ഹലോ ചിത്രത്തിന് രാവിലെ മുതൽ ആരംഭിച്ച ഷോയ്ക്കും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും എല്ലാം നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് നല്ല രീതിയിലാണ് ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഫാമിലി എന്റർടൈനറായി ഇതിന്റെ പ്രസ് മീറ്റിലേക്ക് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. സുമതി വളവ് മാളിപ്പുറം എന്ന ചിത്രത്തിന് ശേഷം അതേ ടീം ഒരുക്കുന്ന ചിത്രം തന്നെയാണ്. ഇതിനെക്കുറിച്ച് പ്രേക്ഷകർ നൽകിയ ഈ ഒരു സ്വീകാര്യത, ഈ ഒരു വിജയത്തിനെ കുറിച്ച് ആദ്യം തന്നെ ഇതിന്റെ സംവിധായകൻ ശ്രീ വിഷ്ണു ശശിശങ്കർ നിങ്ങളോട് സംസാരിക്കുന്നു. താങ്ക് യു എവരിവൺ ഫോർ ഷോയിങ് അപ്പ്. വലിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സുമതി വളവ് ഇന്ന് കേരള ജനത മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. രാവിലെ കണ്ട ടിക്കറ്റ് ബുക്കിങ്ങിനെക്കാളും കൂടുതൽ ഇപ്പോൾ ഈവനിങ് ഷോസിന് ആൾക്കാർ കയറുന്നു എന്നറിഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൂടുതൽ ബാക്കി വിശേഷങ്ങൾ മിസ്റ്റർ അഭിലാഷ് പിള്ള പറയുന്നതായിരിക്കും. വൈകിട്ടായപ്പോഴത്തേക്ക് വലിയ സന്തോഷം. ഫാമിലി ഓഡിയൻസ് കൂടുതൽ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഓഡിയൻസ് വരാൻ പോകുന്നേ ഉള്ളൂ. ഫാമിലി അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട്. അപ്പം എന്തായാലും ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഫീഡ്ബാക്സും റെസ്പോൺസും അല്ല സോഷ്യൽ മീഡിയ റിവ്യൂസും ഒക്കെ ഒരുപാട് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ താങ്ക് യു മീഡിയ, നിങ്ങൾ രാവിലെ മുതൽ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ സിനിമയ്ക്ക് തന്ന പോലെ തന്നെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഇതിനും തരുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ മീഡിയ സുഹൃത്തുക്കളോടും നന്ദി പറയുകയാണ്. ഒപ്പം സിനിമയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം രാവിലെ തൊട്ട് ഇന്ന് 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി ഞാനാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരു പടം ഇറക്കുമ്പോൾ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യണം. പ്ലസ് ഇതിപ്പോൾ മാളികപ്പുറം 2ാമത്തെ പടം ടീമിൻ്റെ ആണെങ്കിലും എന്നെ വെച്ച് ഇവർ ആ പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ കാര്യം. കാരണം ഇത് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നീ ഒന്നും വിചാരിക്കണ്ട, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളേറ്റ്. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ട് കട്ടയ്ക്ക് കൂടെ നിന്ന് ചെയ്തൊരു പരിപാടിയാണ് ഈ സുമതി വളവ്. അപ്പോൾ അതിപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് വിളിച്ച് വളരെയധികം സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാവരും സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇനിയും ആൾക്കാർ ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട ആ ഒരു നമ്മൾ തന്നേക്കുന്ന സിനിമ ഏത് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചാൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ റിവ്യൂസ് പ്രോപ്പർലി ജെന്യുവൻലി നമ്മൾ അറിയിക്കണം. അതെ, ഇത്ര പറയാനുള്ളത് വേറെ ഒന്നുമില്ല. നമസ്കാരം. ഈ പറഞ്ഞ പോലെ താങ്ക് യു. ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ഒരു ഭയങ്കര പ്രസൻസ് ഉണ്ടായി നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതിൽ. താങ്ക് യു സോ മച്ച്. സുമതി വളവിൽ ഞാൻ ചെയ്ത വേഷം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു കോമഡി വേഷമാണ്. അത് നല്ല രീതിയിൽ എഴുതി തരികയും എടുക്കുകയും ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് വിഷ്ണു ആൻഡ് അഭിലാഷ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഹൊറർ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹൊറർ ഫിലിം ആണെന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ അതല്ല. ഇതിൽ വേറെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 2 കുടുംബങ്ങളുടെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു നല്ലൊരു ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു നല്ലൊരു എൻ്റർടൈനറിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷം. സിനിമ കണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നു, നല്ല നല്ല റിവ്യൂസ് കിട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം വാറൻ ഡേവിക്ക് ശേഷം ഞാൻ ചെയ്ത കഥാപാത്രമാണ് SI ബെഞ്ചമിൻ. ഞാൻ സിനിമ കണ്ടു, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ്, ആ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പടം കാണണം. നിങ്ങളാരും സിനിമ കണ്ടവരുണ്ടോ ഇവിടെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
ആണോ? സോറി. എനിവേ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് ഷെയർ ചെയ്യുക. താങ്ക് യു. DOP ആണ്, ഇദ്ദേഹമാണ് വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശങ്കർ സാർ, 1 second. Good evening all. Sumudhivalam is a complete family entertainment with horror element. So movie came out very well. Please do watch and support us. Thank you so much. ഹലോ, എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ഈ ഒരു പരിപാടിയിൽ എല്ലാവരും വന്നതിൽ. സിനിമയെ പറ്റി ശരിക്കും നല്ലൊരു പേടി ഉണ്ടായിരുന്നു പടത്തിന്. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുമ്പോൾ സാധാരണ ഒരു പടത്തിന് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ പേടി ഉണ്ടായിരുന്നു. കാര്യം ഈ ഹൊററും കോമഡിയും ഇങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ ശരിക്കും തിയേറ്ററിൽ വന്ന ആൾക്കാരോട് കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് ഏറ്റിട്ടുണ്ടോ, നമ്മൾ എറിഞ്ഞത് അവിടെ കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല രീതിയിൽ രസമായിട്ട് ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. സോ ഇത് കണ്ടവരെന്നാലും ബാക്കി വേറെ ആൾക്കാരുടെ അടുത്തും പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രോപ്പർ ഹൊറർ പടം അത് മാത്രമല്ല, ഇതൊരു നല്ല രസമുള്ള ലവ് സ്റ്റോറിയാണ്. നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ളവരടുത്ത് പറയുക. നല്ല രസമുള്ള ലവ് സ്റ്റോറി, പക്ഷെ അതിൻ്റെ നല്ലൊരു ഹൊറർ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറഞ്ഞു പോകുന്ന ഒരു രസമുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് ബാക്കിയുള്ളവരടുത്ത് അഭിപ്രായം പറയുക. താങ്ക് യു. എല്ലാ കുട്ടികൾക്കും ഫാമിലിക്കും വന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഹൊറർ പടം കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ഫുൾ ഹൊറർ മാത്രമുള്ളൊരു മൂവിയല്ല. കാരണം എല്ലാ എലമെൻസും ഉണ്ട്. നമുക്ക് ചിരിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഒരു എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാർക്കും അതുപോലെ തന്നെ അമ്മൂമ്മമാർക്കും ആൻറ്റിമാർക്കും എല്ലാവർക്കും വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ മൂവിക്ക് ഉണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ റിപ്പോർട്ട് വന്നത് അനുസരിച്ച് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്നാണ്. എന്നെയും ശ്രീപത്തിൻ്റെയും ഈ ഒരു കോംബോ വാളയപ്പുറത്തിന് ശേഷം പിന്നെയും ഈ സിനിമയിൽ വേറൊരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാകുന്ന എന്തായാലും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി ശ്രീപത്തിന് കൊടുക്കാം. സോ ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കുറേ നാൾ 1-2 മാസം തന്നെ കഷ്ടപ്പെട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു, അത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മുടെ മൂവി വിജയിച്ച് മാത്രമല്ല, എല്ലാവരും ഇതുവരെ മൂവി കണ്ട ഓഡിയൻസൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മീഡിയ ചേട്ടന്മാരായാലും അതുപോലെ ഓഡിയൻസ് ആയാലും എല്ലാവരും മാളികപ്പുറം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. മാളികപ്പുറം ടീമിൻ്റെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സെക്കൻഡ് മൂവിയാണ്. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാനും അഭിലാഷും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന 6ാമത്തെ സിനിമയാണിത്. വിഷ്ണുവിൻ്റെ 100 കോടി 150 കോടി സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച സുമതിവളവാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക് എലമെൻറ്റും പ്രഷറും ടെൻഷൻസും ആകുലതകളൊക്കെ നേരിടേണ്ടി വന്നൊരു സിനിമ കൂടിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും പാട്ടുകൾ ചെയ്യുമ്പോഴും എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഒരുപാട് ചിന്തകളിലൂടെ പോയി അച്ചീവ് ചെയ്ത സിനിമയാണ്. പക്ഷെ അത് കണ്ട എല്ലാവരുടെയും ഉച്ചക്കത്തൊട്ടുള്ള കോളുകളിൽ നിന്നും തുരുതുരാന്നുള്ള കോളുകളിൽ നിന്നും വളരെയധികം എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരോടും ആദ്യം താങ്ക്സ് പറയുന്നു. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സുമതി വളവ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളോടാണ് അതിന് നന്ദി പറയേണ്ടത്. അപ്പോൾ സിനിമ കണ്ടായിരിക്കും വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഉച്ചക്കത്തോട്ട് കാരണം ഈ റിവ്യൂസ് എന്നല്ല സുമതി വളവിൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടിയത്. എനിക്ക് വരുന്ന പേഴ്സണൽ കോൾസ് എന്നാണ്. ഞാൻ സുമതി വളവിൻ്റെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിയ റേഞ്ച് എത്ര മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് പേഴ്സണലി കിട്ടിയ കോൾസ് എന്നാണ്. അത് മാളികപ്പുറത്തിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ജോസഫിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കോൾസ് കിട്ടിയ സിനിമ സുമതി വളവാണ് ഉച്ചക്കത്തോട്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ എല്ലാവരോടും വളരെയധികം നന്ദി. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം. ഞാൻ ഇവരുടെ കൂടെ 2ാമത്തെ പടം ഇപ്പോൾ ചെയ്യുന്ന അനന്ത് ശ്രീബാല ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അഭിയേട്ടൻ പറഞ്ഞതാണിത്. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായ ഒരു സ്റ്റോറിയാണ്. ആൻഡ് വിഷ്ണു ചേട്ടൻ മാളികപ്പുറം കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണ്. ഇത്രയും വലിയൊരു പടം എടുത്തിട്ട് നെക്സ്റ്റ് അതിലൊരു ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പടം കണ്ടതിൽ. ആൻഡ് ഇനി നിങ്ങൾ കണ്ട് ബാക്കി എല്ലാവരും കണ്ട് അതിൻ്റെ റിവ്യൂ പറയുമ്പം കൂടുതൽ ഹാപ്പി ആവും.
സോ കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന്. കാരണം പടത്തിൻ്റെ റിലീസിന് മുന്നേ ഇപ്പോഴും ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, പടം കാണുക, കണ്ടിട്ടുള്ള ആൾക്കാർ പടം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ബൈ മൗത്ത് നമ്മൾ പറയില്ല, അതാണ് മൗത്ത് പബ്ലിസിറ്റിയാണ് പടത്തിന് ഏറ്റവും അധികം വേണ്ടത്. അപ്പോൾ ഈ ഫാമിലിയായിട്ട് കാണാനായിട്ട് ഫ്രണ്ട്സിനോടും ഫാമിലിയുടെ അടുത്തും എല്ലായിടത്തും പറയുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ത്രൂ ഔട്ട് ഇത്രയും സപ്പോർട്ട് തന്നതിന് താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെൻ്റാണ്, ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ടീമിൻ്റെ ഒപ്പം പോകുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം ടെൻഷനും ഉണ്ടായിരുന്നു. ആൻഡ് സോ ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. ആൻഡ് പോകുമ്പം പറ്റുന്നതും ഫാമിലി ആയിട്ട് പോകാൻ നോക്കാം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം നമ്മുടെ സിനിമേൻ്റെ ലോഞ്ചിൻ്റെ അന്ന് തൊട്ട് ഞാൻ എവിടെ എന്തെങ്കിലും പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറ് സുമതി വളവിൻ്റെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം തൊട്ട് ഈ ഒരു സപ്പോർട്ടുണ്ട്. ഈവൻ റിലീസിന് മുന്നേ ഉള്ള പ്രൊമോഷൻസിനാണെങ്കിലും ഇന്ന് ഫസ്റ്റ് ഡേ കാണാൻ പോയപ്പോഴാണെങ്കിലും ഒക്കെ ഈ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് ഉണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് എന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതും അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, ഇത്ര വലിയൊരു ടീമിനൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. പിന്നെ ഞാനും ഒരുപാട് ഈ സിനിമ എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കാണുന്നില്ല. ബട്ട് മൂവി ഇന്ന് പോയി തിയേറ്ററിൽ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എല്ലാം എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവരവരുടെ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി ചിരിച്ച് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരിക്കലും ഹൊറർ ഇങ്ങനെ ഫുൾ ത്രൂ ഔട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കാണേണ്ട സിനിമയൊന്നുമല്ല. കുട്ടികൾക്കാണെങ്കിലും ഒരു സീൻ കണ്ട് കുറച്ച് ടെൻഷനായാൽ പോലും അടുത്ത സീനിൽ ചിരിക്കാനുള്ളതും ഒക്കെ ആയിട്ട്, പിന്നെ റൊമാൻസും, അങ്ങനെ എല്ലാ ഇമോഷൻസും വരുന്നൊരു എൻ്റർടൈനർ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഇതിൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഇതിൽ ഗോകുൽ ചേട്ടൻ്റെ പേരായിട്ട് ചെയ്യാൻ പറ്റിയതും ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ത്രൂ ഔട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ അത് കാണുന്നത് നിങ്ങളുടെ എല്ലാം അറിയുന്ന ഫോൺ iPhone 16 Plus, iPhone 15, സാംസങ് ഗാലക്സി S20 Ultra, അങ്ങനെ പലതരം ഫോണുണ്ട്. 2020 iPhone 6s തുടങ്ങിയ കാലഘട്ടമാണ് എൻ്റെ. അതായത് അന്ന സമയത്ത് ടിക്ടോക്ക് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ വന്നത്. അന്ന് വന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് ചക്കപ്പഴം എന്നൊരു ടെലി പരിപാടികളിലൂടെ ഞാൻ കുറച്ച് കയറി വന്നു. അതിനുശേഷം ചെയ്ത പടമാണ് തീപ്പൊരിപ്പിന്നി. അതിൻ്റെ നായകൻ അർജുൻ അശോകനാണ്. അതിനുശേഷം വന്ന പടം തലവര എന്ന പടമാണ്. അതിനുശേഷം ആ പടത്തിലെ നായകൻ അർജുൻ അശോകനാണ്. അതിനുശേഷം വന്ന പടമാണ് സുമതി വളവ്. അതിൽ നായകൻ അർജുൻ അശോകനാണ്. ഒരിക്കലും മാറ്റി പിടിക്കാൻ താല്പര്യമൊന്നുമില്ല. എന്നാലും ഒരു 10-100 പടങ്ങളോട് ചെയ്യാൻ വരുടെ എല്ലാം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ വന്നിട്ട് ഇത്രയും വലിയ മീഡിയ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ ഒരു ലഘു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയാണ്. സുമതി വളർന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് വാൽച്ചേട്ടനാണ്. ഞാൻ സിനിമയെ ഹണിബിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാനായ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, മിങ്കിളായി. ഇപ്പം ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഒരാളാണ് വാൽച്ചേട്ടൻ. അതെൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണ്. സിദ്ധാർത്ഥേട്ടൻ, ബോബിച്ചേട്ടൻ, എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഈ സിനിമ കിട്ടിയത്. ഭയങ്കര ഇമോഷനാണ് ഞാൻ. പക്ഷേ വളരെ സാധാരണ രീതിയിൽ വന്നുകൊണ്ട് എനിക്ക് ഒന്നും പറയില്ല. എനിക്ക് കിട്ടിയ നന്ദിയുണ്ട്. അതല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കാണാൻ പറ്റി, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സിനിമ നമുക്ക് വലുതാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ എല്ലായിടത്തും ഷെയർ ചെയ്യുക. കുറേ കഷ്ടപ്പെട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ ചെയ്ത പരിപാടിയാണ്. അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, അഭിലാഷ് ചേട്ടനെ പരിചയപ്പെട്ട അഭിലാഷ് പറഞ്ഞ റാഫി നീ ഇത് ചെറിയൊരു പരിപാടിയാണ്, ഓക്കെ ശരി ചേട്ടാ, ഓക്കെ ചെയ്യാം.
വീണ്ടും ഇത് വളർത്തി പുള്ളിക്കാരൻ എനിക്കൊരു സ്റ്റേജ് ഉണ്ടാക്കി തന്നു. ചേട്ടൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു. ശിവ, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വളർന്ന് വന്ന രീതിയിലാണ് ശിവയും വരുന്നത്. എനിക്കിത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് ശിവ. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഇവനെയും സപ്പോർട്ട് ചെയ്യണം, ഇവനും വളരണം, എല്ലാ ആൾക്കാരും വളരണം. സിനിമ നിങ്ങൾ വളർത്തണം. നിങ്ങളെല്ലാവരും കാണണം. എല്ലാവർക്കും എല്ലാം അടിപൊളിയാവട്ടെ. അല്ലേ? സത്യം പറഞ്ഞാൽ ഒന്നും പറയില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് ഇത്ര നല്ല റെസ്പോൺസ് കിട്ടിയിട്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അർജുൻ്റെ കൂടെ ഇപ്പം ആനന്ദ് ശ്രീബാല കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് സുമതിയുള്ളത്. അപ്പം അർജുൻ്റെ കൂടെ തന്നെ ഇത്രയും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു അതിയായ സന്തോഷമുണ്ട്. അർജുൻ്റെ ഒപ്പം ബാലുചേട്ടൻ, സിദ്ധാർത്ഥേട്ടൻ, ബോബിച്ചേട്ടൻ, അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ അതിയായ സന്തോഷമുണ്ട്. പിന്നെ മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടൻ ഈ ഒരു കോംബോയിൻ്റെ അടുത്ത സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നതിലുള്ള സന്തോഷം. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം. ഇത്ര നല്ല റെസ്പോൺസ് വരുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. സിനിമ ഇത്രയും സ്വീകരിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമ ഒരു 2 ഷോ കഴിയുമ്പം തന്നെ ഇഷ്ടംപോലെ കോളുകളും മെസ്സേജുകളും വന്ന് നിറയാണ്. എന്തായാലും നല്ല റെസ്പോൺസ് ആയിട്ടാണ് കേൾക്കുന്നത് സിനിമയെ കുറിച്ചിട്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്തത്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും ഒരു ലൊക്കേഷനിൽ പോവുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ട്. റൂമിലിരിക്കാതെ ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ട് നമുക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഷൂട്ട് ചെയ്തത്. അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു ലൊക്കേഷൻ. അപ്പം ഇന്ന് പടം കാണുന്ന സമയത്ത് ആ ഒരു എൻജോയ്മെൻറ്റ് പടത്തിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് തന്നെ പടം കാണാൻ നല്ലതായിരിക്കും. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഇപ്പം അർജുൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4ാമത്തെ പടം ഉണ്ട്. എന്താ അഭിലാഷിൻ്റെ 2ാമത്തെ പടത്തിലാണ് വിഷ്ണു വന്ന് ഫസ്റ്റ് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരൊക്കെ ആ ലൊക്കേഷനിൽ വന്നിട്ടാണ് പരിചയമില്ലത്. ഈ പകൻ്റെ പടത്തിൽ മുമ്പ് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയതാണ്. എനിക്ക് ചാൻസ് തരാത്ത ഒരാളാണ് ഈ പക. ഈ പടത്തിൽ നീയാണ് വന്നത്. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു. സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദ വില്ലൻ മിസ്റ്റർ ശ്രാവൺ. അതെ, നമ്മുടെ നടൻ മുകേഷ് ഏട്ടൻ്റെ മകനാണ്. സരിത ചേച്ചിയും മകനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്രനാണ് ഈ പടത്തിൽ വില്ലനാണ്. സോ താങ്ക് അഭിലാഷ് ഏട്ടൻ, വിഷ്ണു ആൻഡ് ദ ക്രൂ. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പടം കണ്ടല്ലേ? ആ ഭദ്രൻ ഞാനാണ്. അപ്പം എല്ലാവരുടെയും ഫീഡ്ബാക്ക് വേണം. ഓൺലൈൻ ഇന്റർവ്യൂ അല്ല, മീഡിയ. താങ്ക് യു.